അപ്പോൾ വ്യാസസന്താനങ്ങളായ ധൃതരാഷ്ട്രൻ, പാണ്ഡു, വിതുരൻ, അതിൽ പാണ്ഡു രാജാവായപ്പോൾ പിന്നെ കല്യാണം ആലോചിക്കുക. സാധാരണ മൂത്ത മകൻ ആണല്ലോ ധൃതരാഷ്ട്രൻ. അദ്ദേഹത്തിന് ആദ്യം വിവാഹം ആലോചിക്കുക എന്ന് ഭീഷ്മർ നിശ്ചയിച്ചു. അപ്പോൾ ഭീഷ്മർക്കൊരു വിവരം കിട്ടി. അതെന്താ വെച്ചാൽ, സുബലൻ എന്ന രാജാവിൻ്റെ മകൾ ഗാന്ധാരി പണ്ട് പരമശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് 100 മക്കളുണ്ടാവാനുള്ള വരം നേടിയിട്ടുണ്ട്. ഈ വിവരം ഭീഷ്മന് കിട്ടി. എന്നാൽ പിന്നെ ഗാന്ധാരിനെ ആവാം എന്ന് തീരുമാനിച്ച് ഭീഷ്മൻ ഗാന്ധാര രാജാവിൻ്റെ അടുത്തേക്ക് ചെന്ന് ഈ വിവരം പറഞ്ഞു. അങ്ങനെ അങ്ങയുടെ മകളെ എൻ്റെ ധൃതരാഷ്ട്രന് വേണ്ടി വിവാഹം കഴിച്ചു തരണം. അപ്പം ധൃതരാഷ്ട്രന് സുബലനറിയാം, അദ്ദേഹം അന്ധനാണ് ധൃതരാഷ്ട്രൻ. ഒരു അന്ധന് ഞാനെങ്ങനെ എൻ്റെ മകളെ കൊടുക്കുക എന്നിങ്ങനെ ഒരു അച്ഛനാ സ്വാഭാവികമായിട്ടൊരു ഇതുണ്ടാവില്ല. അങ്ങനെ ഉണ്ടായി. അവസാനം എന്ത് ചെയ്തു, കുലമഹിമയും ധൃതരാഷ്ട്ര 10,000 ആനയുടെ ശക്തി ഉണ്ടെന്നൊക്കെ എന്തെങ്കിലും ആവട്ടെ, കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് തീരുമാനിച്ചു. ഗാന്ധാരിയെ, സുബലൻ്റെ മകൾ, അത് നിശ്ചയിച്ചപ്പോൾ ഗാന്ധാരിക്ക് മനസ്സിലായി തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് അന്ധനാണ്. ഉടനെ തന്നെ ഗാന്ധാരി ശീല കൊണ്ട് കണ്ണ് കെട്ടി അന്ധത്വം സ്വയം ഭരിച്ചു. ഭർത്താവിനേക്കാൾ ഒരു മേന്മയും തനിക്ക് ആവശ്യമില്ല, അദ്ദേഹത്തിന് കണ്ണ് കാണില്ലെങ്കിൽ എനിക്കും കണ്ണ് കാണണ്ട എന്ന് നിശ്ചയിച്ച് ഗാന്ധാരി കണ്ണ് കെട്ടി. അങ്ങനെ ഗാന്ധാരിയും കൊണ്ട് ഗാന്ധാരിയുടെ ആങ്ങള സുബലൻ്റെ മകൻ, അതാണ് ശകുനി. അങ്ങനെയാണ് ശകുനി ദുര്യോധനൻ്റെ അമ്മാവനാകുന്നത്. ഗാന്ധാരിയുടെ ആങ്ങളെയാണ് ശകുനി. രണ്ടുപേരും കൂടി അനവധി സ്വത്തുക്കളും സ്വർണ്ണപ്പണ്ടും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ഈ ധൃതരാഷ്ട്രൻ്റെ പത്നിയായിട്ട് ഗാന്ധാരിയെ വിവാഹം ചെയ്ത് കൊടുത്തു. അവിടെ ധൃതരാഷ്ട്രൻ്റെ കല്യാണം കഴിഞ്ഞു. ഗാന്ധാരി ഇവിടെ വന്നു, ശകുനി കൊണ്ടുവന്ന് ഇവിടെ ആക്കി. അപ്പം രണ്ടാമത്തെ ആളുണ്ട്, ഒരാളുടെ കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തെ പുത്രൻ ആണ് പാണ്ഡു. പാണ്ഡുവിന് കല്യാണം കഴിക്കണ്ടേ? പാണ്ഡുവിനെ കല്യാണം കഴിക്കാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുന്തിഭോജൻ്റെ മകൾ കുന്തിയുടെ സ്വയംവരം നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊരു വിവരം ആർക്ക് കിട്ടി? ഭീഷ്മന് കിട്ടി. എന്നാ കുന്തി മതി, അങ്ങോട്ട് പോവാം. പക്ഷെ കുന്തിയെപ്പറ്റി വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ പോരാ. കുന്തി എന്നാണ് പേരെങ്കിലും കുന്തി ശരിക്ക് കുന്തിഭോജൻ്റെ മകളല്ല, വളർത്തുമകളാണ്. കുന്തി ശരിക്ക് ശൂരസേനൻ എന്ന് പറഞ്ഞൊരു രാജാവിൻ്റെ മകളാണ്. ശൂരസേനൻ്റെ മകനാണ് വസുദേവൻ. ആ വസുദേവൻ്റെ മകനാണ് ശ്രീകൃഷ്ണൻ. അപ്പം ശ്രീകൃഷ്ണൻ്റെ അച്ഛമ്പങ്ങളുടെ മകൻ, ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ വസുദേവൻ, വസുദേവൻ്റെ അച്ഛൻ ശൂരസേനൻ. ആ ശൂരസേനൻ്റെ മകളാണ് ആര്? കുന്തി. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ അച്ഛമ്പങ്ങളുടെ മകളാണ് ഈ അച്ഛമ്പങ്ങളുടെ ഈ ആര്? അച്ഛമ്പങ്ങളുടെ മകനാണ് ഈ കുന്തി. അങ്ങനൊരു ബന്ധമുണ്ട്. ആ ബന്ധം വരുന്നത് ഇങ്ങനെയാണ്, ശൂരസേനൻ. അപ്പം ശൂരസേനൻ്റെ അച്ഛമ്പങ്ങളുടെ മകനാണ് കുന്തിഭോജൻ. ആകെ അച്ഛമ്പങ്ങൾ കളി. അപ്പോൾ കുന്തിഭോജന് മക്കളില്ല. അപ്പോൾ ശൂരസേനൻ പറഞ്ഞു, തനിക്ക് മക്കളില്ല അല്ലേ, എനിക്ക് ആദ്യം ഉണ്ടാവണ കുട്ടിയെ തനിക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ശൂരസേനന് ആദ്യം ഉണ്ടായ മകളാണ് പൃഥ. കുന്തി എന്നല്ല പേര്, പൃഥ എന്നാണ് ആദ്യത്തെ മകളാ. പറഞ്ഞ പ്രകാരം ഈ പൃഥയെ ആർക്ക് കൊടുത്തു? കുന്തിഭോജന് കൊടുത്തു. അന്ന് അവിടെ ചെന്നപ്പോൾ അവളുടെ പേര് സ്വാഭാവികമായിട്ടും കുന്തി എന്നായി മാറി. അങ്ങനെയും പറഞ്ഞുണ്ടായില്ല. കുന്തിഭോജൻ്റെ രാജധാനിയിൽ കുന്തി സുഖമായിട്ട് വളരുക. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദുർവാസാവ്, മലയാള ഹാസ്യ സാഹിത്യകാരൻ സഞ്ജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശുണ്ഠിക്ക് നോബൽ പ്രൈസ് കിട്ടിയ ആൾ. ദുർവാസാവിന് പെട്ടെന്ന് കോപം വരും, അപ്പോൾ ശുണ്ഠി വരും. ശുണ്ഠിക്ക് നോബൽ പ്രൈസ് കിട്ടിയ മഹർഷി ദുർവാസാവ് അവിടെ വന്നു. ദുർവാസാവ് അവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ടിടക്കാൻ വലിയ വിഷമമാണ്. പെട്ടെന്ന് ദേഷ്യം വന്നാൽ ശപിക്കുക, അത് കുഴപ്പമാവും. അപ്പോൾ കുന്തിഭോജൻ ആകെ പരിഭ്രമായി. ആരെ അപ്പോൾ ഈ രാജാവിനെ ശുശ്രൂഷിക്കാൻ വിടുക? അപ്പോൾ എന്തായാലും തൻ്റെ മകൾ പൃഥ ഉണ്ടല്ലോ, കുന്തിയോട് പറഞ്ഞു, നീ ആ രാജാവിനെ ശുശ്രൂഷിക്കുക, നല്ലോണം നിന്നാൽ നിനക്ക് നല്ലതാ, വരക്ക് കിട്ടും, അദ്ദേഹത്തിന് ദേഷ്യം ഉണ്ടാക്കണ ഒരു പ്രവൃത്തിയും ചെയ്യരുത് എന്ന് പറഞ്ഞു. ഓക്കെ, അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് കുന്തി ഈ ദുർവാസാവിനെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അദ്ദേഹത്തെ സംപ്രീതനാക്കി. അപ്പോൾ അവസാനം അവിടുന്ന് പോകുന്ന സമയത്ത് ദുർവാസാവ് കുന്തിയോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു മന്ത്രം തരാം. ആ മന്ത്രം ചൊല്ലി നീ ഏത് ദേവനെ ആവാഹിക്കുന്നുവോ, ഏത് ദേവനെ വിളിക്കുന്നുവോ, അയാളിൽ നിനക്ക് പുത്രൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രം
കുന്തിക്ക് ഉപദേശിച്ച് ദുർവാസാബ് അവിടുന്ന് പോയി. അപ്പോൾ കുന്തിക്ക് മന്ത്രം കിട്ടിയല്ലോ. അപ്പോൾ ഏതാണ്ട് കുന്തിക്കൊരു കൗതുകം, ഒരു മന്ത്രം ഇതൊക്കെ ഫലിക്കുമോ? കുന്തിക്കൊരു സംശയം, ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം, ഈ മന്ത്രം ഫലിക്കുമോ എന്നറിയണല്ലോ. ഏത് ദേവനെ വിളിച്ചാൽ ആ ദേവനിൽ നിന്ന് കുട്ടി ഉണ്ടാവും എന്നാണ് പരം. അപ്പോൾ ഫലിക്കാതെ നോക്കാം. അപ്പോൾ കുന്തി ഇങ്ങനെ നോക്കിയപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നു. നല്ല അഴകെ ഉദയസൂര്യൻ. കുന്തി എന്ത് ചെയ്യും? മന്ത്രം ചൊല്ലി സൂര്യനെ ആവാഹിച്ചു. എന്ന് പറയുന്ന സമയം കൊണ്ട്, അതെ, രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ കോവിലകം പണിക്കാൻ എനിക്കും പണിക്കാർക്കും എന്ന് മതി പറഞ്ഞ സമയം മതി എന്ന് പറഞ്ഞില്ലേ മോഹൻലാൽ 6-ാം നമ്പരല്ലേ. അതുപോലെ മന്ത്രം ചൊല്ലി എന്ന് പറയുന്ന സമയം കൊണ്ട് സൂര്യൻ കുന്തിയുടെ മുമ്പിലാവുന്നു. കുന്തിയുടെ മുമ്പിൽ സൂര്യൻ വന്നു. അയ്യോ, എന്താ എന്നെ വിളിച്ചേ? അല്ല, ഞാനതേ ഈ മന്ത്രത്തിൻ്റെ എഫിഷ്യൻസി ഒന്ന് ടെസ്റ്റ്. അങ്ങനെ പറ്റില്ല, അങ്ങ് പോക്കോളോ, ഞാൻ വെറുതെ വിളിച്ചതാ, ഇത് ഫലിക്കുന്ന എനിക്ക് മനസ്സിലായി. അങ്ങനെ പോകാൻ പറ്റില്ല, നിനക്കൊരു സന്താനത്തെ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോവുള്ളൂ. അയ്യോ ചതിക്കല്ലേ, കല്യാണം കഴിയാണ്ട് പ്രസവിച്ചാൽ എനിക്ക് ആകെ അപമാനമാവും. ഞാൻ നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, നിൻ്റെ കന്യാത്വം നഷ്ടപ്പെടില്ല. പക്ഷെ എനിക്ക് ഇവിടുന്ന് നിനക്ക് കുട്ടിയെ തരാണ്ട് പോകാൻ പറ്റില്ല. ആരാ? നീ എന്നെ വിളിച്ചു വരുത്തിയതാ. എന്തിനു പറയണു? സൂര്യൻ കുന്തിക്ക് ഒരു സന്താനത്തെ കൊടുത്ത് സൂര്യൻ പോയി. കുന്തി പ്രസവിച്ചു. ആ കുട്ടി ജനിച്ച് തന്നെ കവചകുണ്ടലങ്ങളോട് കൂടിയിട്ടാണ്. അതാണ് കർണൻ. ജനിച്ച് തന്നെ കവചകുണ്ടലങ്ങളോട് കൂടിയിട്ടാണ്. എന്നിട്ട് ഈ കുട്ടിയെ, ഇത് മറ്റുള്ളവരറിഞ്ഞ മോശമല്ലേ, മന്ത്രം കേന്ദ്രമൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു വെച്ചാൽ കുന്തി പെട്ടിയിലടക്കി പുഴയിൽ ഒഴുക്കി വിട്ടു. ആ പുഴ, അതൊരു സൂതന് കിട്ടി. സൂതൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ രാധയ്ക്ക് വളർത്താൻ കൊടുത്തു. അങ്ങനെ കവചകുണ്ടലങ്ങളോടുകൂടി ജനിച്ചവനാണ് കർണൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് വസുഷേണൻ എന്നൊരു പേരുണ്ട് അത്ര. രാധ വളർത്തിയതുകൊണ്ട് രാധേയൻ എന്ന് പേരുണ്ട്. അങ്ങനെ വിവാഹത്തിന് മുമ്പ് കുന്തിക്കൊരു പുത്രനുണ്ട്. അതാണ് ഈ സൂര്യനായിട്ട് ലിവിങ് ടുഗദറിൽ ഉണ്ടായ പുത്രനാണ് ഈ കർണൻ. അപ്പം അങ്ങനെയാണ് കുന്തിയുടെ സ്വയംവരം. അത് കുന്തിയുടെ പൂർവ്വകഥ പറഞ്ഞതാണ്. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ അച്ചമ്മകളുടെ മകളാണ്. ശൂരസേനൻ്റെ മകൾ കുന്തി, ശൂരസേനൻ്റെ മകൻ വസുദേവൻ, വസുദേവൻ്റെ മകൻ ശ്രീകൃഷ്ണൻ. അപ്പം അച്ചമ്മകളുടെ മകളാണ് കുന്തി. അങ്ങനെ വന്നപ്പോൾ കുന്തിയുടെ സ്വയംവരത്തിന് പാണ്ഡു പോയി. അപ്പോൾ സ്വയംവരമാകുമ്പോൾ ഓരോ രാജാക്കന്മാർ ഇങ്ങനെ അണിഞ്ഞൊരുക്കി വന്നിരിക്കും. തോഴി, ഈ കല്യാണം കഴിക്കുന്ന സ്ത്രീ, സ്വയംവരിക്കേണ്ട സ്ത്രീ വരണമല്യൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. ഓരോ രാജാവിൻ്റെ ഗുണം പറയും. പാണ്ഡുവിൻ്റെ മുമ്പിലെത്തി. പാണ്ഡുവിനെ കണ്ടപ്പോൾ കുന്തി ഈ വരണമാല്യം പാണ്ഡുവിൻ്റെ കഴുത്തിൽ അങ്ങോട്ട് അണിയിച്ചു. അങ്ങനെ പാണ്ഡുവിൻ്റെ ഭാര്യയായിട്ട് കുന്തി സംഭവിച്ചു. അപ്പോൾ ധൃതരാഷ്ട്രൻ്റെ ഭാര്യ ഗാന്ധാരി, അങ്ങനെ കുന്തിക്ക് പാണ്ഡു. ഇനി മൂന്നാമതൊരാളുണ്ട്, അയാളുടെ പേര് വിതുരൻ. നമ്മൾ കണ്ടല്ലോ, ശാപം മൂണ്ടൻ ജയിച്ചാണ്. അപ്പോൾ അയാൾക്ക് സ്വയംവരം ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, കല്യാണം ഭീഷ്മർ അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പാണ്ഡു ഒരു കല്യാണം കൂടി ആവാം പാണ്ഡുവിന് എന്ന് ഭീഷ്മർക്ക് തോന്നി. എന്താ അപ്പം അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയെച്ചാൽ ഒന്നുകൂടി ആവാന്ന് തോന്നി. അപ്പോൾ മാദ്ര രാജാവിൻ്റെ അടുത്ത് ചെന്നു. ബാൽഹീകൻ, അദ്ദേഹത്തിൻ്റെ സഹോദരി മാദ്രി. ഭീഷ്മർ ചതുരംഗപ്പടയോടുകൂടിയ രാജ്യത്തേക്ക് നിന്നു. അങ്ങയുടെ സഹോദരി മാദ്രി ഇല്ലേ, എൻ്റെ പാണ്ഡുവിന് തരണം എന്ന് പറഞ്ഞു. തരാം, പക്ഷെ ഇവിടെ ചില പതിവുണ്ട്. എന്താ വെച്ചാൽ ധനം തരണം. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ സ്ത്രീധനം ധനം കൊടുത്ത് സ്ത്രീയെ കൊണ്ടുപോകണം. അതെ, അങ്ങനെയാണ് അവിടെ. സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കുകയല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് മേടിക്കുക ധനം. പുരുഷൻ്റെ നിന്ന് സ്ത്രീയുടെ അച്ഛൻ ധനം വാങ്ങിക്കുക, അല്ലെങ്കിൽ ബന്ധുക്കൾ. അത് തരാം എന്ന് പറഞ്ഞ് ഭീഷ്മരെ സ്വർണ്ണപ്പണ്ടം അനവധി ധനം കൊടുത്ത് മാദ്രിയും കൂടിയും ആർക്ക് ഭാര്യയായിട്ട് കിട്ടി? പാണ്ഡുവിന് കിട്ടി. അപ്പോൾ പാണ്ഡുവിന് 2 ഭാര്യമാരായി. കുന്തി മദ്രി, ധൃതരാഷ്ട്രനെ ഗാന്ധാരി, വിതുരന് ഭാര്യയായിട്ടില്ല. അപ്പം അന്വേഷണം നടക്കുക. പാണ്ഡു രാജാവായി. കല്യാണം കഴിഞ്ഞ് പാണ്ഡു ആദ്യം ദിഗ്വിജയത്തിന് പോയി. രാജ്യം മുഴുവൻ ജയിക്കാനുള്ള, അങ്ങനെ അനവധി രാജ്യങ്ങൾ ജയിച്ച് പാണ്ഡു തിരിച്ചു വന്നിട്ട് അനവധി ധനം കൊണ്ടുവന്നു, ദ്രവ്യം കൊണ്ടുവന്നു. അപ്പോൾ പാണ്ഡു ഈ വംശത്തിന് അനുയോജ്യമായ രാജാവാണ്. ദിഗ്വിജയമൊക്കെ കഴിഞ്ഞ് പാണ്ഡു തിരിച്ചു വന്നപ്പോൾ പിന്നെ പാണ്ഡുവിന് തോന്നി കുറച്ച് കാലം നമുക്ക് വനത്തിൽ പോയി താമസിക്കുക. എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അങ്ങനെ തോന്നി.